സാൻ ഫെർണാണ്ടോ വരുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള സ്വീകരണങ്ങളാണ് നാട്ടുകാർ ഒരുക്കുന്നത്. കാരണം അത്രയ്ക്കും ആവേശമാണ് വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം. വിഴിഞ്ഞം തുറമുഖം വരിക എന്നത് ഒരു പ്രദേശത്തിൻ്റെ മാത്രം ആവശ്യമല്ല, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ മുഴുവൻ ആവശ്യമാണ്. അപ്പോൾ അത് അത്രയും വലിയ സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരും വിഴിഞ്ഞത്തെ കപ്പലിനെ സ്വാഗതം ചെയ്യുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. വലിയ രീതിയിൽ ആഘോഷ പരിപാടികൾക്കൊക്കെ ആയിട്ട് തന്നെയാണ് കാത്തിരിക്കുന്നത്. എത്ര സമയം എടുത്താലും കപ്പൽ കണ്ടിട്ട് തിരികെ പോകുമെന്നാണ് അവരെ മുഖത്തു നിന്നൊക്കെ നമുക്ക് വായിച്ചെടുക്കാം. നമുക്ക് കുറച്ച് വേണമെങ്കിൽ അവിടെയൊക്കെ ഒരു പ്രതികരണമൊക്കെ എടുക്കാം. അതെ അതെ അതെ, അത് നല്ലതായിരിക്കും ടിൻറ്റു. കാരണം നാട്ടുകാരല്ലേ, അത് പ്രത്യേകിച്ച് നേരിൽ കാണുന്നതിന്റെ ആവേശം ഒന്ന് വേറെ തന്നെയാണ്. എന്താ ചേട്ടാ, കപ്പൽ നമ്മുടെ തീരത്ത് ആദ്യത്തെ ചരക്ക് മദർഷിപ്പ് വരികയാണ്, എങ്ങനെയാ അതിന്റെ സന്തോഷം? നമുക്ക് കേരളത്തിനും ഇന്ത്യക്കും ഭാരതത്തിനും അഭിമാനിക്കാവുന്ന ലോകശ്രദ്ധ നേടാൻ പറ്റിയ ഒരു നല്ലൊരു ചാൻസാണ്. എല്ലാ ആശംസകളും നേരുന്നു. സന്തോഷമായിട്ടില്ലേ? സന്തോഷം, വളരെയധികം. ഇവിടെയാണോ താമസിക്കുന്നത്? ഞാൻ ബാലരാമപുരത്താണ്. എത്ര സമയം വെയിറ്റ് ചെയ്യുന്നു? ഞാൻ ഏകദേശം 6 മണിയോടുകൂടി വെയിറ്റ് ചെയ്യാം. 6 മണിയെന്ന് അറിഞ്ഞു, 6 മണിയോട്ട് വെയിറ്റ് ചെയ്യും. സന്തോഷം. തീർച്ചയായിട്ടും 6 മണി മുതൽ ഇവിടെ വെയിറ്റ് ചെയ്യാണ് കപ്പൽ വരുന്നതും കാത്ത്. അത്രയ്ക്ക് സന്തോഷമുണ്ട് അവർക്ക്. ഇവിടെ ഒരു ചെറിയൊരു മോളുണ്ടായിരുന്നു, 6 മണി തൊട്ട് സ്കൂളിൽ പോകാതെയൊക്കെ വെയിറ്റ് ചെയ്തിട്ട് കപ്പൽ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഇവിടെ ക്ഷേത്രത്തിൽ വന്നവരിൽ പുറമേ തന്നെ ഈ പ്രദേശവാസികളാണ് കൂടുതലും. ചേട്ടാ, ആദ്യത്തെ കപ്പൽ വരെ എന്ത് തോന്നുന്നു? സന്തോഷം, വളരെ സന്തോഷം. എപ്പോഴും വന്നതാ? ഞങ്ങൾ 5 മണി ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് ഈ കപ്പൽ കണ്ടിട്ട് പോകാന്നുണ്ട്. വൈഫും ഉണ്ട്, ഞാനും ഉണ്ട്. കുട്ടികൾ വന്നിട്ടില്ല? കുട്ടികൾ വന്നില്ല. കപ്പൽ കണ്ടിട്ടേ പോകുന്നുള്ളൂ. കണ്ടിട്ടേ ഉള്ളൂ. കപ്പൽ ആദ്യമായിട്ട് കാണും. അല്ലേ ഫസ്റ്റ് കപ്പൽ. ഞാൻ കൊച്ചിയിൽ പോർട്ടിൽ പണിയെടുത്തിട്ടുള്ള കണ്ടെയ്നർ ഫീൽഡിൽ തന്നെയായിരുന്നു. അപ്പം ഇതിപ്പോൾ ആദ്യമായിട്ട് വരുന്ന കപ്പലല്ലേ, അപ്പം നമുക്ക് കാണാനൊരു ക്യൂരിയോസിറ്റി, ചരിത്രത്തിന്റെ ഭാഗമാകാന്നുള്ളത്. അത് തന്നെ. അതെ അതെ, തീർച്ചയായിട്ടും ലക്ഷ്മി ചരിത്രത്തിന്റെ ഭാഗമായി കൊച്ചിയിൽ പോർട്ടിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ ഇവിടെ ആദ്യമായിട്ട് സെന്റ് ഫെർണാണ്ടോ വരുമ്പോൾ ആ കപ്പലിനെ കാണാതെ പോകുന്നത് എങ്ങനെയാണ്? അപ്പോൾ ചരിത്രത്തിന്റെ ഭാഗമാവുക എന്ന് പറയുന്നത് തന്നെ വലിയ സന്തോഷമാണ്. അപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും, ഇവിടെ നിറയെ ആളുകളുണ്ട്. ആൾക്കാരെല്ലാവരും കപ്പലിനെ അടുത്ത് കാണാൻ വേണ്ടി തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത്.